I begin to എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഡയറ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ രാവിലെ എണീക്കുമ്പം തന്നെ ഉള്ള പരിപാടിയാണ് ഇത്. അതായത് കെറ്റിലിൽ തലേദിവസം രാത്രി തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് എടുത്ത് റെഡിയാക്കി വെക്കും. രാവിലെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതേ ഈ 2 ചട്ടികൾ ഞാൻ ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ രാത്രി തന്നെ നമ്മൾ സ്റ്റൗവിൽ മയക്കി എടുത്ത് വെച്ചിട്ട് എണ്ണ തേച്ച് വെച്ചിരുന്ന എണ്ണയുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെറ്റിലിൽ ഓൾറെഡി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്ത് ഇന്ന് കുടിക്കാനുള്ള വെള്ളവും റെഡിയാക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വെറും വെള്ളം കുടിക്കുമ്പോൾ ഒരു മനം ഇങ്ങനെ തികിട്ട് വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ദാഹശമനം ഇട്ടിട്ടാണ് രാവിലെ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ എന്തിനാണ് ഈ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു ഫ്ലാസ്ക് അതായത് ഇത് 1.5 ലിറ്ററിൻ്റെ ഫ്ലാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സിനമണും ജിഞ്ചറിൻ്റെയും പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ വെള്ളം നിറച്ച് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതായത് 1 സ്പൂൺ നമ്മുടെ ചുക്കുപൊടിയും 1 സ്പൂൺ സിനമൺ പൊടിയും കൂടി ഇട്ടിട്ട് ഈ 1.5 ലിറ്ററിൻ്റെ ഫ്ലാസ്ക്കാണ് അതിൽ നിറച്ച് ഈ കെറ്റിലിൽ ചൂടാക്കിയ വെള്ളം എടുത്ത് അടച്ചു വെക്കും. എന്നിട്ട് ഒരു 6 മണിക്കിടയിൽ രാത്രി ഒരു 6 മണിക്കിടയിൽ രാവിലെ തൊട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ഞാൻ ഇവിടെ ഒരു 2 ലിറ്റർ വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഉച്ച വരെ ഉള്ളതാണ് കേട്ടോ. അതായത് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഈ 1 ലിറ്റർ കുപ്പീൻ്റെ 2 വെള്ളമാണ് കുടിക്കുന്നത്. എനിക്ക് ടോട്ടൽ 4 ലിറ്റർ വെള്ളമാണ് കേട്ടോ കുടിക്കേണ്ടത്. അപ്പം ടോട്ടൽ അതും ഫ്ലാസ്കും കൂടെ ആകുമ്പോൾ 3.5 ലിറ്റർ ആവും. പിന്നെ ഒരു 1/2 ലിറ്ററും കൂടി കുടിച്ചാൽ മതി കേട്ടോ വൈകിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാരു ദേ ഇവിടെ മീൻ വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചന്തയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എന്തായാലും നാരുവിന് കരിമീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല. അങ്ങനെ കരിമീനാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദേ ഇവിടെ കുറച്ച് ദശാങ്കം കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിലേ കിട്ടാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ദേ ഈ ദശാങ്കവും കത്തിച്ച് വെച്ച് ഇവിടെ അലക്സയിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടിട്ട് ഞാൻ ഈ നമ്മുടെ ആ ഒരു ജിഞ്ചർ വെച്ച് തയ്യാറാക്കിയ ആ ഒരു ടീ ഉണ്ടല്ലോ അതും കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാറുണ്ട് രാവിലെ വരെ. അതായത് നാരു ഈ മീനൊക്കെ വാങ്ങി തന്നിട്ട് ജിമ്മിൽ പോകും. വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാൽ മതി. അപ്പോഴാണ് ഞാനും കഴിക്കുന്നത് കേട്ടോ. അപ്പം നാല് ജിമ്മിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഇനി ജിമ്മിൽ പോയിട്ട് വരുന്നത് വരെ എനിക്ക് ടൈമുണ്ട് കേട്ടോ. ആ ഒരു ടീ കുടിക്കാനായിട്ടുള്ളതും കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ളതും. അപ്പോൾ ഇത് മീനുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കറിയും സംഭവങ്ങളും തട്ടിക്കൂട്ടി നാട് വരുമ്പോഴത്തേക്ക് ആക്കിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കട്ടെ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ ഞാനിപ്പോൾ വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനങ്ങനെ എൻ്റെ ആ ഒരു ജിഞ്ചറും പിന്നെ സിനമണും ഇട്ട ആ ഒരു വെള്ളം ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ്. കാരണം നാരു ഇപ്പോൾ ജിമ്മിൽ പോയി മീൻ വാങ്ങി തന്നിട്ടുണ്ട്. എന്താ മീനെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ മീനുണ്ടല്ലോ, മീൻ കറി വെക്കണം. പിന്നെ വാഴയുടെ മറ്റേ കൂമ്പില്ലേ, എന്താ കൊടപ്പൻ, ആ സംഭവം ഇരിപ്പുണ്ട്, അത് ഒന്ന് തോരൻ വെക്കാം. പിന്നെ ചിലപ്പോൾ സലാഡും കൂടെ ഉണ്ടാക്കും കേട്ടോ നാരൂനായിട്ട് ചോറിന്. പിന്നെ രാവിലത്തേക്ക് ഞാൻ മാവാട്ടിയത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇഡലിയോ ദോശയോ ആക്കാം. ഇഡലി ആണെങ്കിലോ ദോശയാണെങ്കിലോ ഉച്ചയ്ക്ക് എനിക്കും കൂടെ അത് എടുക്കാമല്ലോ. അപ്പോൾ അത് ആക്കാമെന്ന് കരുതി. പിന്നെ കറി ഇപ്പം മീൻ വാങ്ങിക്കൊണ്ട് വന്നല്ലോ, മീൻ കറി തന്നെ അങ്ങ് എടുക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്ന് തല കുളിക്കുന്ന ദിവസമാണ്. വൈകിട്ടാണ് തല കുളിക്കുന്നത്. രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറം കഴുകി എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ സംഭവം മറ്റേ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടല്ലോ അത് കുടിക്കുന്നത്. എന്നിട്ടാണ് അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്നതാണ്, റിലാക്സ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നാരൂർ ജിമ്മിൽ നിന്ന് വരാൻ എന്തായാലും ഒരു 1.5-2 മണിക്കൂറിനകത്ത് എടുക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയാൽ മതി. പിന്നെ സ്കിൻ കെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നിപ്പോൾ ഒരു ഫേസ് പാക്ക് ഇടും. എല്ലാ ദിവസവും ഒരു ഫേസ് പാക്ക് ഞാൻ ഇടും കേട്ടോ. അത് ഇന്ന് വൈകിട്ടായിരിക്കും ഇടുന്നത്. കാരണം വൈകിട്ട്
കുളിക്കുന്നതിന് മുന്നെയാണ് ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇടുന്നത്. മുന്നേ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, രാവിലെ ഞാൻ ഇടാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈറ്റാണ് ഇടുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു രീതിയിൽ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെന്താണ്, ആരും എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഞാനിങ്ങനെ നിങ്ങളെ നോക്കി സംസാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും, കണ്ണ് വെച്ച് നോക്കും അല്ലേ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ കൂടെ നോക്കി ബുദ്ധിമുട്ടാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ടെറിയുണ്ട്. ടെറിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഈ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഡോറ് തുറന്നിട്ടേക്കുവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെറീനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നതാണ്. പുറത്ത് പിന്നെ ആൾ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ ബാക്കി കാര്യങ്ങൾ കാണാം. എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്ന ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു, നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 6 ഡേയ്സ് കൂടുമ്പം വെയിറ്റ് നോക്കാം. ഡെയിലി ഞാൻ വെയിറ്റ് നോക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ പീസോടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വെയിറ്റ് വേരിയേഷൻ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. പിന്നെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ആണോ, ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വീട്ടിൽ എന്താണോ കുക്ക് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അത്യാവശ്യം ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ക്വാണ്ടിറ്റി കുറച്ചും പിന്നെ അങ്ങനെ അങ്ങ് മധുരവും കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ബാക്കി ഇപ്പം ഓയിലിൻ്റെ കാര്യത്തിൽ ഞാൻ വീട്ടിൽ എന്താണോ കുക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ചോറ് കഴിക്കണം എന്നുള്ളൊരു സംഭവം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ചോറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ല ഇഡലിയോ ദോശയോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും അല്ല, നോർമൽ ഡയറ്റാണ് എടുക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നോർമൽ ഡയറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡേയ്സ്, ഞാൻ ഒരു ഡേയ്സ് എത്ര 30 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് ആണെങ്കിലും അങ്ങനെ ഒന്നുമില്ല. എനിക്കിനി ഒരു 100 kg ആവുന്നത് വരെ ഞാൻ ഈ ഒരു ഡയറ്റ് തുടർന്ന് ഇങ്ങനെ കൊണ്ടുപോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് തോന്നുന്ന സമയത്തല്ല കേട്ടോ, മാക്സിമം ഒരു 3 to 4 monthsനുള്ളിൽ ഒരു 100-നുള്ളിൽ എത്തണം എന്നാണ് ഉള്ളത്. അതിന് മുന്നേ ആവുകയാണെങ്കിൽ ലോട്ടറി ആയിട്ട് കാണും കേട്ടോ. അപ്പം എല്ലാവരും ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഡയറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, പുതിയതായിട്ട് ആരെങ്കിലും ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം. യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കയറാം കേട്ടോ. കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നിട്ട് പോവാം, കാരണം സമയമുണ്ട്, ഇപ്പം 4 പോയതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെയൊക്കെ ഞാൻ ഈ ഒരു നമ്മുടെ സോങ്സും കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോയി ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നിങ്ങളോടൊക്കെ സംസാരിച്ച് അവിടേക്ക് ഇരുന്ന് ടീയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണ് എന്താണ് മീനെന്നുള്ളത്. നോക്കിയപ്പോഴാണ് കരിമീൻ ആണെന്ന് കണ്ടത്. അപ്പം ഞാനിത് നേരത്തെ ചെയ്ത് കഴിഞ്ഞ വീഡിയോ ആണല്ലോ. പിന്നെ കൂടെ കുറച്ച് കക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് വന്നത്, ദോശമാവ് ഇരിപ്പുണ്ട്, ദോശയോ ഇഡലിയോ ആക്കിയിട്ട് ഈ കരിമീൻ കറിയും കൂടെ വെച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമാവുമല്ലോ. പക്ഷേ പണി പാളിപ്പോയി, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു കേട്ടോ. കാരണം ഈ കരിമീനൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്യാതെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തിരി ഒന്ന് കൈ പാളിപ്പോയി, കൈ മുറിഞ്ഞു. ഞാൻ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. ചെറിയ മുറിവ് മതി, വലിയ കാര്യമൊന്നുമില്ല. കൈ ഒന്ന് മുറിഞ്ഞ് മുറിവ് കാണിച്ചു മുറിവ് തന്ന്. അപ്പോഴത്തേക്ക് നാര് വെട്ടിത്തരാന്ന് പറഞ്ഞ നാരും മീൻ വെട്ടു കേട്ടോ. ഇനിയിപ്പോ ഞാൻ മീൻ കറിക്ക് ഉള്ളതൊക്കെ ചെയ്യാം. മീൻ വെട്ടുന്നില്ല, എക്സ്പേർട്ടൊന്നും അല്ല, പിന്നെ ഒരു ഇത് വെച്ചങ്ങ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ട്, അതൊന്ന് പൊക്കി കാണിച്ചു തരാം. ഒരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ആ ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ ചെതുമ്പൽ വന്നിരിക്കുവേ, ഇപ്പുറം കാണിക്ക്, ഇപ്പുറത്തെ സൈഡ്. ഇത് കണ്ടോ, ഇതുവഴി നമുക്ക് ഇങ്ങനെ മീൻ ചെതുമ്പാൻ പറ്റും. അതുകൊണ്ട് ഇത് എളുപ്പമാട്ടോ മീൻ ചെതുമ്പുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നേ. അപ്പൊ അത് വെച്ചിട്ട് മീന് ചെതുമ്പല് പെട്ടെന്ന് വലിയ ഈ ചോമ്പം കോര ഇങ്ങനെ കരിമീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ വെട്ടാൻ എളുപ്പമാണ്.
പക്ഷേ ഞാനില്ല ചെത്തിക്കളയാമെന്നും പറഞ്ഞിട്ടാണ് മറ്റില്ല അത് നോക്കിയത്. അമ്മ ഇതെടുത്ത് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ വിത്ത് ഫിംഗർ. അപ്പൊ അതാണ് കേട്ടോ. എന്തായാലും മീൻ വെട്ടട്ടെ. ഞാൻ അവിടെ ആണെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കാം. ചെറിയറിയില്ല, അത് അങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി മുത്തൂത്തി. കരിമീനല്ലേ. അപ്പം ഞാൻ അവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുക. നമുക്ക് കരിമീൻ കറിയും വെക്കാം. കക്ക എടുത്ത് റോസ്റ്റ് ചെയ്യാന്ന് എഴുതിട്ടാ. കക്ക തോരൻ വേണ്ടല്ലേ? കക്ക തോരൻ ഞങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് കരിമീൻ എടുത്തിട്ട് കറിയും വെച്ച് കക്ക തോരനും മറ്റേ കുഴപ്പനുണ്ടല്ലോ അത് തോരനും വെക്കാന്ന് എഴുതി. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു അതൊക്കെ കട്ട് ചെയ്ത് അതെ കറക്റ്റ്. അപ്പൊ ഇന്ന് അതാണ് ഉച്ചക്കത്തെ മെനു. രാവിലത്തെ മെനു ഈ മീൻകറി ആക്കിയിട്ട് ഈ മീൻകറിയും പിന്നെന്തുവായിരുന്നു ഇഡലി അതുപോലെ രാവിലെ. ഇന്ന് രാവിലെ അതാണ് കേട്ടോ. അപ്പൊ ഇഡലിക്കുള്ള മാവെടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. മീൻ കറിക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിയാൻ ഭയങ്കര മെനക്കേട്. അപ്പോൾ അതിൻ്റെ ആ പാൽപ്പൊടിയാണ് വാങ്ങണേ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം നാര് വന്നെങ്കിൽ അത് കൊണ്ടുവരത്തുള്ളൂ. ഇവിടെ ഇരുന്നത് തീർന്നു പോയി. അപ്പോൾ എല്ലാം ചെയ്യട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നാര് വന്നിട്ടാണ് ബാക്കി പരിപാടികൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നാര് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ ആദ്യമേ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സൈഡിലും മുള്ളൊക്കെ കളയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സംഭവം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ വേഗം പോകും കേട്ടോ. മാത്രമല്ല ഇതങ്ങനെ തെറിച്ച് അവിടെ ഇവിടെയും വീഴ്ത്തൂല. എല്ലാം ഇതിൽ തന്നെ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ഇത് സ്കെയിൽ റിമൂവറോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആമസോണിലോ മീഷോയിലോ വല്ലതും നോക്കിയാൽ മതി കേട്ടോ, കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കരിമീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കരിമീൻ കറി വെക്കുന്നത്. അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പുതിയതായിട്ട് മയക്കിയെടുത്ത ചട്ടിയാണ് കേട്ടോ. സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ച് മയക്കിയെടുത്തതാണ്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മയക്കിയെടുക്കാറുണ്ട് കേട്ടോ ചട്ടിയൊക്കെ. പണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാത്തിൻ്റെയും നല്ല ധാരണയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കും. കൂടെ തന്നെ ഞാൻ കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എണ്ണയിൽ തന്നെ ഒന്ന് വഴണ്ട് വീഴുമ്പോൾ കുടംപുളിക്ക് വല്ല ചെവ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് 1/2 സ്പൂൺ ഇല്ല കേട്ടോ, ഒരു 1/4 സ്പൂണേ വരുള്ളൂ. അത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത് എണ്ണ കുറവാണ്. പിന്നെ പുതിയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം നമ്മളിതൊക്കെ തീ ഉറച്ചിട്ടിട്ട് വേണം കേട്ടോ ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തീ ഉറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ സ്പീഡിൽ ഇങ്ങനെ കാണിച്ച് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കെറ്റിലിൽ ചൂടുവെള്ളം റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പേസ്റ്റ് ആവുന്നതും വരെ ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തീ ഉറച്ചിട്ടിട്ട് ആ മസാല വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ കലക്കി വെച്ചിരുന്നതാണ് ചേർത്തത്. എന്നിട്ട് ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ മുരിങ്ങയ്ക്ക ഇട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 2 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് എത്രത്തോളം വെള്ളമാണോ ആവശ്യം അത്രത്തോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല ആ കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വേണം കരിമീൻ ചേർക്കാൻ. കാരണം കരിമീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ കറി നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം കരിമീൻ ഇട്ട് കൊടുത്ത് ഒരു തിള വന്ന് കരിമീൻ ഒന്ന് വേവുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ല നമ്മൾ അതിലിട്ട് വേവിക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ പണി പാളിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതേപോലെ ചുറ്റിക്കാനേ പാടുള്ളൂ. തിള വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കരിമീൻ കറി മൊത്തത്തിൽ പൊടിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഈ ഒരു സംഭവം ആയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ മീൻ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ 2 ഈ തവി കൊണ്ട് ഇളക്കാതെ അല്ലാതെ ഒന്ന് ചൂടാക്കി അവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ദോശയാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ നാരൂന് ഇഡലി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ദോശയാണ് ചുടുന്നത്. ആദ്യം ഒന്ന് ആവുന്നതിന് മുന്നേ ഞാൻ തിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പം നാരൂന് ഇങ്ങനെ പരത്തി ചുട്ട ദോശയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞാൻ ആ ദോശയും എടുത്തിട്ടുണ്ട്. പിന്നെ കരിമീൻ കറി ആയതിൻ്റെ സംഭവം എളുപ്പമാണ്. മുരിങ്ങയ്ക്കൊക്കെ ഇട്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാരൂന്. അപ്പോൾ അങ്ങനെ മീൻകറിയും വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ദോശയാണ് കേട്ടോ. ഇതിൽ എണ്ണയൊന്നും ചേർക്കാതെ ചുട്ടൊരു ദോശയും 1 കഷ്ണം മീനും കറിയാണ്. പിന്നെ നാരൂന് ബൂസ്റ്റിൻ്റെ ചായ ഉണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ മറ്റേ ടീയും ഉണ്ട്. കൊടംപുളിയിട്ട് വെച്ച നല്ല കരിമീൻ കറിയുണ്ട്.
അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കക്ക റോസ്റ്റിലേക്ക് കിടക്കാം. അതായത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് ആ പാത്രമൊക്കെ ഞാനൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പം നമ്മുടെ അടുത്ത മയക്കി വെച്ച ചട്ടിയും എടുത്ത് ഉദ്ഘാടനം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത് ചേർത്തു, പിന്നെ കൊച്ചുള്ളിയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. തേങ്ങ തിരുമുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം വന്നേക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാനല്ല ക്യാമറ സെറ്റ് ചെയ്തത്, സ്വയം ക്യാമറ സെറ്റ് ചെയ്തിട്ട് സ്വയം വന്ന് നിൽക്കുവാണ് നിങ്ങളെ തേങ്ങ തിരുമുന്ന കാണിക്കാനായിട്ട്. ചുമ്മാ തേങ്ങ എടുക്കുന്ന ഇടയ്ക്ക് തിരിങ്ങിയൊക്കെ പോകും. ഇച്ചിരി വാഴക്കൂമ്പില്ലേ, അത് വെക്കാൻ വേണ്ടിട്ട് കുറച്ച് തേങ്ങ വേണം, ഒന്ന് തിരുമ്മി തരുമെന്ന് വെച്ച് കൈ വയ്യാത്തോണ്ട്. അതൊന്നുമല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് പറ. നമ്മള് ഭാര്യമാരെ കിടന്ന് ജോലി എന്നാണ് നമ്മൾ എന്ത് കരുതാ, ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മളൊരായിരിക്കുന്ന പാത്രം ഒന്ന് കഴുകി കൊടുക്കാന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം കഴിവും. അപ്പൊ അടുത്ത ദിവസം ആകുമ്പോൾ എന്ത് ഇവര് പറയും, ചേട്ടാ ഒന്ന് കഴുകി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ശരി പോട്ടെ, അടുത്ത ദിവസം അല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞു വീണ്ടും കഴിവും. 3-4 ദിവസം കഴിയുമ്പോൾ എന്തുവാ, പിന്നെ ആ പാത്രം അവിടെ തന്നെ കിടക്കും. എന്നിട്ട് പറയും, കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ അത് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ മനഃപൂർവ്വം കഴിവായിരിക്കും. അപ്പോൾ ഉടനെ അടുത്ത ദിവസം പറയും, നിങ്ങളുടെ ജോലിയല്ലേ പാത്രം കഴിവുന്നത്, എൻ്റെ പണിയല്ലല്ലോ അത്. ഇതാ അവസ്ഥ. നമ്മൾ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ ചെയ്ത് നിന്ന് തന്നെയാണ്, പിന്നെ അത് നമ്മുടെ തലയിലാവും. അതുകൊണ്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യാതിരിക്കുക കേട്ടാ. അപ്പം നമ്മുടെ നാരുവിൻ്റെ തേങ്ങ തിരുമലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടല്ലോ അല്ലേ. അപ്പം എന്താ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, നന്നായിട്ട് വഴണ്ടണ്ട. അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് കക്ക ചേർത്ത് കൊടുക്കുകയാണ്. കക്ക നന്നായിട്ട് ക്ലീനാക്കി വെച്ചതായിരുന്നു കേട്ടോ. കക്ക ഞാൻ വേവിക്കാതെയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്കും ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് തീ കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഇതിലെ ആ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തോരനാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ അതും ഇതും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കാറ്റിൽ നന്നായിട്ട് തീ അങ്ങ് അണഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഗ്യാസ് ഓണായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഓണാക്കി കൊടുത്തു. അപ്പം വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി ഒന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബാക്കിയിരുന്ന തേങ്ങ നമ്മുടെ നാട് തിരുമിയതിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മോരും കാച്ചി, എന്നിട്ട് അതിലേക്ക് കടുവറുത്തൊഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പണികൾ ഫുള്ള് കഴിഞ്ഞത്. ഇപ്പോൾ 11:30-ക്കിടയിൽ ഞാൻ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ സിനമൻ്റെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ ഫുഡ് കഴിച്ചല്ലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് ടോട്ടൽ 1.5 ലിറ്റർ, ആ ഒരു ഫ്ലാസ്ക് 1.5 ലിറ്റർ ആട്ടോ. അതൊരു 6 മണിക്ക് മുന്നേ ഞാൻ കുടിച്ചു തീർക്കും. പിന്നെ 1 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്, അടുത്ത ലിറ്ററാണിത്. ഇതൊരു 12:30-1 മണിക്കുള്ളിൽ ഞാൻ ഈ 1 ലിറ്റർ വെള്ളവും കൂടെ കുടിച്ചു തീർക്കും. പിന്നെ ഞാൻ 1 ലിറ്റർ വെള്ളം കൂടെ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ 1, 2, 3 ഒരു 4.5 വരും കേട്ടോ. കാരണം എൻ്റെ വെയിറ്റിന് 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു 4 മാക്സിമം. ഇനിയിപ്പം വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനിനി വൈകിട്ട് 1 ലിറ്റർ വെള്ളം കറക്റ്റ് കുടിക്കുമെന്ന് അറിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആ ഫ്ലാസ്കിൽ ഇരിക്കുന്നതും കൂടെ കുടിക്കേണ്ടതുണ്ടേ. അയ്യോ, കഴിഞ്ഞു, പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന ഉച്ചയ്ക്ക് ഞാനൊരു 2 മണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പം ഒരു ഫ്രൂട്ട്സ് കഴിച്ചാലൊന്നും അതിൽ നിൽക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ എരിവൊക്കെ ഉള്ളതൊക്കെ കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 മണിയാകുമ്പം ഫുഡ് കഴിച്ചിട്ട് ഒരു 2:30-ക്കുള്ളിൽ പയ്യെ ഇരുന്ന് കഴിച്ച് തീർക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരു 7 മണി 6:30-7 മണിക്കുള്ളിൽ എൻ്റെ ഡിന്നറും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം ഫുള്ള് കുടിക്കട്ടെ. വെള്ളം ഫുള്ള് ഇപ്പോൾ കുടിക്കില്ല കേട്ടോ, ഒരു 1:30-ക്കുള്ളിൽ ഈ വെള്ളം ഫുള്ള് ഞാൻ കുടിച്ച് തീർക്കും. 1 ലിറ്റർ വെള്ളം കൂടെ കുടിച്ച് തീർക്കും കേട്ടോ. ക്ഷീണിച്ചിരിക്കുകയാണ്, പണിയൊക്കെ തീർന്നിട്ട് ഇനി ഒരു പണിയില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഇനി ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ തലയിൽ എണ്ണ തേക്കണം. ഇന്ന് കുളിക്കും, തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ എണ്ണ തേക്കണം, അതും കൂടെ ഉള്ളൂ കേട്ടോ. ഞാനേ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ന്യൂസ് കണ്ടത് കേട്ടോ. വയനാട്ടിലൊക്കെ ഭയങ്കര ഭൂചലനവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയണം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ
ഈ ക്യാമ്പിലോട്ടൊക്കെ മാറുക കേട്ടോ. കുറേ പേരൊക്കെ പറഞ്ഞിട്ടും ക്യാമ്പിലോട്ട് മാറാതിരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കുറേ ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്യാമ്പിലേക്കൊക്കെ വേഗം മാറാൻ നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ തീർന്ന് എല്ലാം ഒതുക്കി പറക്കി ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ നാരുദേ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ പിള്ളേരും ഉറങ്ങിയിട്ടുണ്ട്. ഒരാളും കൂടെ ഉണ്ട്, അത് കൂട്ടിൽ ഉറങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് നാരൂന് ചോറ്, മീൻകറി ഉണ്ട്, പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് ഉണ്ടല്ലോ കുടപ്പൻ, അതിൻ്റെ തോരനുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇട്ടില്ല, കുടപ്പൻ മാത്രം ഇട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ കക്ക റോസ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ ഒരു സാലഡും കൂടെ ആക്കിയായിരുന്നു കേട്ടോ, കാരണം ഞാൻ ഡയറ്റ് ആയതുകൊണ്ടേ ഇത് കഴിക്കുമ്പോൾ നല്ല ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തത് 2 ദോശയാണ്. അപ്പം ഞാൻ കക്ക റോസ്റ്റും എടുത്തു, വാഴക്കൂമ്പ് തോരനും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാലഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് 3 കൂട്ടിയത്. ഞാൻ ഉച്ചയ്ക്ക് മീൻകറി എടുക്കാൻ നിന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫിലിമൊക്കെ കണ്ടു. ഫിലിമൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരമായി കേട്ടോ. മാത്രമല്ല വീഡിയോയും ഒത്തിരി ലെങ്തായി പോകുന്നുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.